റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെയാണ്. ഇത് നമുക്കൊരു കാടിൻ്റെ ഉള്ളിലാണ് ഇതൊരു വീട് പണിതിരിക്കുന്നത്. അതൊരു പ്രത്യേക രീതിയിലും ഔട്ട്ഡോറിലും ഇൻഡോറിലൊക്കെ ആയിട്ട് സ്പീക്കറും സബ്വൂഫറൊക്കെ ആയിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകളും ഈ 1.5 ഏക്കർ സ്ഥലത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നടക്കുന്ന വഴിയിലും എല്ലായിടത്തും സ്പീക്കറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വീടിൻ്റെ എല്ലാ റൂമുകളിലും സ്പീക്കറുകളും ഉണ്ട്. അതേപോലെ തന്നെ ഒരു സബ്വൂഫർ പുറത്തും ഒരു സബ്വൂഫർ അകത്താണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ റൂമിലേക്കും നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് ഓഫ് ചെയ്യാനുള്ള കണ്ടീഷനും ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഇവിടേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത്. ഇത് രാത്രി കാണാൻ അടിപൊളി. ഇത് കണ്ടാൽ നല്ല പഴക്കം തോന്നണില്ലേ? പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ട് എത്ര 2 ആഴ്ച അല്ലേ? 2 ആഴ്ചയായിട്ടുള്ളൂ. കണ്ടു കഴിഞ്ഞൊരു 10-20 വർഷം പഴക്കം തോന്നും. ഇതാണ് ഇവിടേക്ക് വരുമ്പോൾ ഉള്ള മെയിൻ എൻട്രൻസ് ആണിത്. ഇത് വീട്ടിലേക്കുള്ള വഴി. ഓരോ വീട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ രാത്രി കാണാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ട് ലൈറ്റാണ്. അത് ഈ നടക്കുന്ന വഴിയുള്ള എല്ലാം ഉണ്ട്. ഇത് രാത്രി നടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ പറഞ്ഞ വീട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഓലപ്പര പോലെ തോന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാവിധ സെറ്റപ്പുകളോടും കൂടിയാണ് ഇതിൻ്റെ അകവശം. ഇതാണ്. ഇനി നമുക്ക് അകത്ത് കയറി നോക്കാം. ഇവിടെ വന്ന അതിഥികൾക്ക് ഇരിക്കാനായിട്ടുള്ള സെറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, എന്നാലും ഏകദേശം ഒരു 90% ഇതിൻ്റെ എല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ സ്പീക്കറെല്ലാം ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ്, ഈ ലൈറ്റിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ റിഫ്ലെക്സ് സ്പീക്കർ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് താഴെ വെച്ചിരിക്കുന്നത് ഒരു JBLൻ്റെ 12 ഇഞ്ച് സബ്വൂഫറാണ്. അതാണ് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബെഡ്റൂം, ഇതിലും ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ സോണിയുടെ സ്പീക്കർ വിത്ത് ട്യൂട്ടറോട് കൂടിയത്. അതിനകത്ത് സെപ്പറേറ്റ് ട്യൂട്ടറാണ്. 5 ഇഞ്ച് കാറിൻ്റെ സ്പീക്കറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് കിച്ചനാണ്. കിച്ചണിലും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെയും സെയിം സോണിയുടെ സ്പീക്കർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴത്തെ നിലയാണത്. അതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണത്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. എന്നാലും ഇത്രയും മഞ്ഞും കാര്യങ്ങളും ഇപ്പോഴും പോയിട്ടില്ല. ഇത് ഔട്ട്ഡോറിലേക്കും ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇതാണ് സ്പീക്കർ. പിന്നെ നമുക്ക് ഈ സ്റ്റെയർ കേസ് ഇറങ്ങി പോവുകയാണെങ്കിൽ താഴത്തും ഈ പറഞ്ഞ പോലെ സ്പീക്കറുകളാണ് വെച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെയാണ് ഇതിൻ്റെ ഫുൾ യൂണിറ്റ് ഇരിക്കുന്നത്. ആംപ്ലിഫയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. നിലവിൽ ഇതിൻ്റെ അകത്ത് പ്രൊജക്ടർ വയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ പ്രൊജക്ടർ ഇപ്പോൾ ചെയ്തിട്ടില്ല. അടുത്ത് തന്നെ പ്രൊജക്ടർ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള ഈ റൂമിലേക്ക് സെപ്പറേറ്റ് ഒരു 5.1 അല്ലെങ്കിൽ 7.1
ഒരു AVR ആംപ്ലിഫയർ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ബെഡ്റൂമിലും ഈ സ്പീക്കർ നമ്മുടെ സോണിയുടെ സ്പീക്കർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ്. മുകളിൽ സബ്വൂഫർ കൊടുത്തിട്ടില്ല, പക്ഷെ മുകളിലത്തെ റൂമിലാണ് കൺട്രോൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആംപ്ലിഫയർ കൊടുത്തിരിക്കുന്നത്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹുജയുടെ 500 വാട്ട്സ് ആംപ്ലിഫയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് SSA 5000 DP. ഇത് 500 വാട്ട്സ് ആണ് ഈ ആംപ്ലിഫയറിൻ്റെ 500 വാട്ട്സാണ് ഈ ആംപ്ലിഫയർ വരുന്നത്. കൂടാതെ തന്നെ നമ്മുടെ റിഫ്ലെക്സിൻ്റെ തന്നെ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ കൂടി ചെയ്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് 2 സബ്വൂഫറിൻ്റെ ആമ്പാണ്. ഏകദേശം ഒരു 600 വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ബ്ലൂടൂത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് ഈ വീടിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് ബ്ലൂടൂത്ത് മൊബൈലിൽ റേഞ്ച് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ നിന്നായാലും നമുക്ക് ഫോണിൽ കൂടെ പാട്ട് പ്ലേ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മൈക്ക് യൂണിറ്റാണ്. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുന്ന കാഴ്ചയാണ് ഇത്. അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു പുറത്തേക്ക് സ്പീക്കർ. നമുക്ക് പുറത്ത് കാറ്റ് കൊള്ളാനിരിക്കുമ്പോൾ പാട്ടൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് സ്പീക്കർ. ഈ സ്പീക്കറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിനി ഒരു സ്ഥലത്തും കൂടി വെക്കാനുണ്ട്. അത് കാരണം അതിനുവേണ്ടി വയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പീക്കർ കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ 12 സ്പീക്കറാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ അകത്ത് 6 എണ്ണം, അതേപോലെ തന്നെ ഔട്ട്ഡോറിലായിട്ട് 6 എണ്ണം, പുറത്തൊരു സബ്വൂഫർ, അതേപോലെ തന്നെ അകത്തും ഒരു സബ്വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. നടക്കുമ്പോൾ ഒക്കെ വീട്ടിലൊക്കെ എല്ലായിടത്തും ഫുൾ സ്ഥലത്തും പാട്ടാണ്. അതേപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴും ഫുള്ള് പാട്ടുകളാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. അവിടെയാണ് വീട്. ഇത് രാത്രി ഒരു ലൈറ്റിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ കുഞ്ഞു സ്പോട്ട് ലൈറ്റുകളൊക്കെ ഓരോ ഭാഗത്ത് ഈ കാണുന്ന ചെറിയ കറുത്തയിൽ കാണുന്നത് ഓരോ സ്പോട്ട് ലൈറ്റുകളാണ്. ഇതിനകത്ത് സ്പീക്കർ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് കാണാൻ സാധിക്കാത്തത്. അതേപോലെ തന്നെ ഇതാണ് 12 ഇഞ്ച് JBL സബ്വൂഫർ. ഇത് ഔട്ട്ഡോറിലാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നമ്മുടെ ഒരു വലിയൊരു സബ്വൂഫർ. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇതും ലോക്ക് ചെയ്തേക്കാം. ഇവിടെ നിന്ന് മുകളിലോട്ട് കുറച്ച് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുകളിലായിട്ട് 3-4 സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇത് മുകളിൽ നിന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായിട്ടൊരു പറമ്പാണ്. ഇത് ഈ പറമ്പിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഫുള്ള് പാട്ട് കേട്ട് നടക്കാം. ഇതൊക്കെ വർക്ക് കഴിഞ്ഞെല്ലാം ലോക്ക് ചെയ്തതാണ്. ഇതിൽ ഇനി കുറച്ചുകൂടി വർക്കുണ്ട്. ഇത്തിരി കുറച്ച് കാണാൻ ഭംഗിയാക്കാനുള്ള രീതിയിലാണ് ബാക്കി വർക്കുള്ളത്. ഇത് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ ആ മൂലയ്ക്ക് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നടന്ന് ഞാൻ ഔഷധിയും, അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ പിടിച്ചു പോകുന്നത്. നമുക്ക് ഇതാണ് ഒരെണ്ണം. ഇനി കുറച്ചും കൂടി മുകളിലേക്ക് കയറിയാല അടുത്തതുള്ളൂ ഒരെണ്ണം. ഇതാണ്, ഇവിടെയാണ്. ഇതാണ് ഇനി ലാസ്റ്റ് ഫിറ്റ് ചെയ്യാനുള്ള സ്പീക്കർ. ഇത് ഇതിൻ്റെ അകത്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
ഓൾറെഡി ഇതിനകത്ത് അഹൂജ ആംപ്ലിഫയറിൽ നിന്ന് ഔട്ട് വരുന്നുണ്ട്. കണക്ട് ചെയ്ത് കാണിച്ചു. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇൻസ്റ്റലേഷൻ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റടിയും മഴയൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ കവറിൻ്റെ അകത്ത് കയറ്റി വെച്ച് ചെറിയൊരു മഴ കൊള്ളാത്ത രീതിയിൽ വെച്ചിരിക്കുന്നത്. ഇത് ലോക്ക് ചെയ്തിടാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാണിച്ചു തരാം. ഇങ്ങനെയാണ് സ്പീക്കർ വെച്ചിരിക്കുന്നത്. ഇത് അടച്ചതിന് ശേഷം നമ്മളിത് ലോക്ക് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസം ഇടയ്ക്ക് ഉണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ടാണ് നമ്മളിത് അടച്ച് ലോക്ക് ചെയ്ത് പോകുന്നത്. ഇതെല്ലാം പറമ്പിൽ വെച്ച് ചെയ്യണ കാരണം കൊണ്ടാണ് ഇതത് ലോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സബ്വൂഫറും നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സ്പീക്കറുകളെല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ ബൈ. ഇനി അടുത്ത ഇങ്ങനെയുള്ള വർക്കിൽ കാണാം.